everyone. So NEET 2025 616 സ്കോറോടുകൂടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഫർസീൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു സക്സസ് തന്നെയാണ് ഫർസീൻ നേടിയിരിക്കുന്നത്. ആൻഡ് ഹൗ ഡു യു ഫീൽ നൗ? വളരെയധികം സന്തോഷമുണ്ട്. ഇട്ട എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടിയാൽ ഹാപ്പിയാണ്. ആദ്യമായിട്ട് നമ്മുടെ ബ്രില്യൻസിൽ വന്നപ്പോൾ ഉള്ള ഫീലിംഗ്സും ഇപ്പോൾ ഉള്ള ഫീലിംഗ്സും ആ ഒരു ഡിഫറൻസ് ഒന്ന് പറയാമോ? ഞാൻ പാലയില് എ ബ്ലോക്ക് റിപ്പീറ്റർ പ്രോഗ്രാമിലായിരുന്നു. സോ ആദ്യം ഒരു വീക്ക് വന്നപ്പോ ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കണം. സോ അതിൻ്റെതായ നോർത്ത് പറവൂർ എറണാകുളം. ആദ്യമായിട്ട് ഹോസ്റ്റലിൽ വന്നതിന്റെ ചെറിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ കൂട്ടുകാരൊക്കെ ഇട്ട് ഹോസ്റ്റൽ മേറ്റ്സ് ഒക്കെ സെറ്റായി പിന്നെ ആ ഒരു ഫ്ലോ ഇങ്ങനെ പോയി. ഹാപ്പിയാണ്. ഏത് ഹോസ്റ്റലായിരുന്നു? പാല ഹൗസ്. പാല ഹൗസിൽ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബ്രില്യന്റിലെ ഫെസിലിറ്റീസ്, മെന്റർ ഫെസിലിറ്റി ഒക്കെ? ബ്രില്യന്റിലെ ഫെസിലിറ്റീസ് ഒക്കെ എന്റെ അഭിപ്രായത്തിൽ ടോപ്പ് നോച്ച്, ബെസ്റ്റ് പ്രൊഫസേഴ്സ് ആണ്. ഫെസിലിറ്റീസ് എല്ലാനും ഹോസ്റ്റലിൽ ഫുഡ് ആയാൽ പോലും എല്ലാനും അടിപൊളിയായിരുന്നു. ഫൈൻ. അപ്പൊ നമ്മുടെ ഈ എക്സാം ഒക്കെ കുറച്ച് ടഫ് ഒക്കെ ആയിരുന്നു, എന്നിട്ടും ഇത്രയും നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്തു. ഇപ്പൊ വിഷമിച്ചിരിക്കും നമ്മുടെ കുട്ടികളോട് എന്താ പറയാനുള്ളത്? ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇക്കൊല്ലം കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അംബിഷൻ നിങ്ങളുടെ ഡ്രീം ഇതാണെങ്കിൽ ഒരു കൊല്ലം കൂടി മാക്സിമം എഫേർട്ട് ഇട്ട് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നോ? ചെറുപ്പം തൊട്ടേ അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ ചുറ്റുമുള്ളവര് പലരും പറഞ്ഞ് ഡോക്ടർ ആയിരുന്നാവുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് തോന്നി ഡോക്ടർ ആയാൽ നന്നായിരിക്കും, എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഫർസീൻ ഇപ്പൊ അഡ്മിഷൻ എടുത്ത കുട്ടികളോട് പറയാൻ എന്തെങ്കിലും സക്സസ് മന്ത്ര, എന്തെങ്കിലും സ്റ്റഡി പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മോട്ടിവേഷനിൽ കാര്യമില്ലെന്ന് എന്റെ ഒരു വിശ്വാസം. ഡിസിപ്ലിൻ വേണം. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, വെരി ഗുഡ്. ഫാദറും മദറും ആണല്ലേ, ഒന്ന് പരിചയപ്പെടുത്തുവോ? ഇതെന്റെ മദർ സിനിക്കയും ടീച്ചറാണ്. ഫാദർ ബിസിനസ്മാൻ നസീർ. ടീച്ചറിന്റെ സബ്ജക്ട് ഏതാണ്? ഞാൻ സോഷ്യൽ സയൻസ് ആണ്. ഫർസീനെ പറ്റി എന്താ പറയാനുള്ളത്? ആളുടെ ആ ഒരു സക്സസിലേക്ക് എന്താണ് അദ്ദേഹത്തിനെ നയിച്ചത്? ഫർസീൻ ചെറുപ്പം മുതലേ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതെ, പാഷനേറ്റ് ആണ്. പിന്നെ നന്നായി വായിക്കും. അപ്പൊ അതൊക്കെ ഇതിന് ഹെൽപ്ഫുൾ ആയിന്ന് വിചാരിക്കുന്നു. ഫർസീന് എന്റെ ഇളയ മോനാണ്, മൂത്താള് വേറെ ഉണ്ട്, പുള്ളി വർക്ക് ചെയ്യാണ്. ഫർസീനെ ഞാൻ പ്രവാസിയാണ്, മസ്കറ്റിലാണ്. അപ്പൊ എന്റെ ഫർസീന്റെ എല്ലാ കാര്യവും നോക്കിയിരുന്നത് അവന്റെ ഉമ്മയാണ്. ടീച്ചറെ ഉമ്മയായിട്ടാണ് എല്ലാം ഷെയർ ചെയ്യണം, കാര്യങ്ങളെല്ലാം ഉമ്മയായിട്ടായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലാത്തതിന്റെ പേരില് ഒരു നല്ല കുട്ടിയാണ്. എല്ലാവർക്കും ഫുൾ ഒന്നും നെഗറ്റീവ്സ് ഒന്നും പറയാൻ പോലുള്ള. ഉറപ്പായിട്ടും അതുകൊണ്ടാണ് ആൾക്ക് ഇങ്ങനെ ഒരു സക്സസ് കിട്ടി ഇവിടെ നിൽക്കാൻ പറ്റിയത്. അപ്പൊ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഏതായിരുന്നു ഒത്തിരി ഇഷ്ടമുള്ള സബ്ജക്ട്? ബയോളജി ആയിരുന്നു ഫേവറേറ്റ്. ഇഷ്ടമില്ലാത്തതോ? ഇഷ്ടമില്ലാത്ത മീൻസ് ടഫായിട്ട് ഫീൽ ചെയ്ത മിക്കവർക്കും പോലെ ഫിസിക്സ് തന്നെയായിരുന്നു. ഈ ഫിസിക്സിന്റെ ടഫ്നെസ് നമുക്ക് എങ്ങനെയൊന്ന് ഈസി ആക്കാൻ പറ്റുക? പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. എന്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. കോൺസെപ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിയർ ആക്കുക. കാരണം കോൺസെപ്റ്റ് ഇല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സോ കോൺസെപ്റ്റ് ക്ലിയർ ആയതിനു ശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയി ചെയ്യുക. എന്നെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. പിന്നെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ പല ഷോർട്ട് കട്ടുകളും നമ്മൾ തന്നെ കണ്ടെത്തും. ചെറിയ സമയത്ത് ആ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കുക. നമ്മുടെ റിപ്പോർട്ട് കാർഡൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് കാണുമല്ലോ. അപ്പൊ ചില കുട്ടികളൊക്കെ അയ്യോ മാർക്ക് പറഞ്ഞല്ലോ എന്നൊക്കെ വിഷമിക്കാറുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഫൈനൽ മോഡൽസ് വന്നപ്പോ എന്റെ റാങ്ക് കൂടിയും കുറഞ്ഞൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്താൽ ഫൈനലി റിസൾട്ട് കിട്ടും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. ഫർസീൻ ഏത് ക്യാമ്പസ് ആണ് ഡ്രീം ആയിട്ടുള്ളത്? ജിപ്മർ പോണ്ടിച്ചേരിയാണ് ഡ്രീം. ഓക്കെ, ഫൈൻ. അപ്പൊ എന്താണെങ്കിലും ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ഉയർച്ചയിലെത്താൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. Okay. Brilliant Study Center, India's #1 coaching center for NEET and JEE.